ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിഷാബ് ടോക്സ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. എന്നാൽ ഒരു കോൺട്രവേഴ്സിയിലേക്ക് എത്താൻ പറ്റുന്നതുമായ ഒരു ടോപ്പിക്കാണ്. ഇത് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടാകും. അത് നമ്മൾ പക്ഷേ മൈൻഡ് ചെയ്യാതെ ചിന്തിച്ച് പോവാതെ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ടോപ്പിക് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ലൈഫിൽ പലപ്പോഴെങ്കിലും നമ്മുടെ പേരൻസിന് ഫോണുകളൊക്കെ വാങ്ങിക്കാൻ ഷോപ്പിലേക്ക് വേണ്ടി പോകും. കാരണം നമ്മളൊക്കെ ഫോൺ വാങ്ങിക്കുന്നത് ഓൺലൈനിലായിരിക്കും. കാരണം നമുക്ക് അതിനെക്കുറിച്ചുള്ള ചില സ്മാർട്ട് ഫോൺ ടെക്നോളജിയെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളും നമുക്ക് അറിവുകളും ഉണ്ടാകും. പക്ഷേ അവരാണെങ്കിൽ ആദ്യം പോവുക ഷോപ്പിലേക്കായിരിക്കും. അങ്ങനെ ഷോപ്പിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, ഷോപ്പിൻ്റെ പേരിനേക്കാളും വലിയ തരത്തിലുള്ള ബോർഡുകളാണ് ഓപ്പോ, വിവോ അവിടെ കൊടുത്തിട്ടുണ്ടാകുന്നത്. ബോക്സ് ലൈറ്റിലാണെങ്കിലും ബോർഡിലാണെങ്കിലും സ്റ്റിക്കേഴ്സിലാണെങ്കിലും വരെ ഓപ്പോ, വിവോ എന്ന ഒരു ബ്രാൻഡിങ് കൊടുത്തു കാണും. ഫെസ്റ്റിവൽ ആണെങ്കിൽ പിന്നെ അതിനേക്കാളും അപ്പുറമായിരിക്കും. ഈവൻ നമ്മളിപ്പോൾ ആ ഷോപ്പിലേക്ക് എന്നിട്ട് കയറി നമ്മൾ ഇത്ര ഒരു 15,000 രൂപ റേഞ്ചിൽ ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞാൽ അവർ ആദ്യം എടുത്തു കാണിക്കുന്നത് ഓപ്പോ അല്ലെങ്കിൽ വിവോ എന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളുടെ ഫോണുകളായിരിക്കും. ഇനി നമ്മൾ ഓൺലൈനിൽ ഈ രണ്ട് ഫോണുകൾക്ക് വേണ്ടി തിരഞ്ഞാൽ നമ്മൾക്ക് 5% മാത്രമാണ് ഇവരുടെ ഓൺലൈൻ സെയിൽ നടക്കുന്നത്. ബാക്കി മൊത്തം, അതായത് 95% ഓഫ്ലൈൻ മാർക്കറ്റാണ് ഇവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമുക്ക് ഓഫ്ലൈനിൽ, അതായത് ഒരു ഷോപ്പിൽ ഫോൺ വാങ്ങാൻ വരുന്ന ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ അവർക്കതിൻ്റെ ഒരു ബോധ്യം ഉണ്ടാവില്ല. അവർക്ക് ചെറിയൊരു സ്പെസിഫിക്കേഷൻ പറഞ്ഞു കൊടുത്താൽ അവർ ഓക്കെ ആയിരിക്കും. മാത്രമല്ല അതിൻ്റെ ഡിസൈനൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഈ പറഞ്ഞ ഫോണുകളൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിൻ്റെ ഡിസൈനുകളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു അട്രാക്ഷനൊക്കെ കണ്ട് ഫോണുകൾ ഇഷ്ടമാവും. 2 സ്പെക്കുകളൂടെ പറഞ്ഞാൽ ഓക്കെ. എന്തെന്നാൽ അവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജിയെക്കുറിച്ച് അങ്ങനെ വലുതായിട്ടൊന്നും അറിയാൻ പോകുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി എന്ന് ഷോപ്പ് സെയിലേഴ്സിന് അത് മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെ അവർ പറഞ്ഞു കൊടുത്താൽ അത് ഓക്കെ ആയിട്ടാണ് അവിടെ വരുന്നത്. എന്നാൽ ഓൺലൈനിലേക്ക് നമ്മളൊരു ഫോൺ സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഫോണിനെ കുറിച്ചുള്ള ഒരു ഇൻസ്റ്റാൻ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂസും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ വാങ്ങിയിട്ടുള്ള ഒരു റിവ്യൂസും അതിൻ്റെ ടോട്ടൽ ഒരു ഐഡിയയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഫോൺ ചിലപ്പോൾ ഓൺലൈനിലായിരിക്കും വാങ്ങുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക്കേഷനുകളൊക്കെ പറഞ്ഞ് നമ്മൾ ഷോപ്പിലേക്കാണ് വാങ്ങാൻ പോകുന്നത്. പിന്നെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ലൈറ്റുകളും ബാനേഴ്സും സ്റ്റിക്കേഴ്സും ഷോപ്പിൻ്റെ ഇവിടെകളെല്ലാമായിട്ട് നമുക്ക് ഓപ്പോ, വിവോ എന്നൊരു ബ്രാൻഡിങ് കാണാൻ സാധിക്കും. ഒരു ഷോപ്പ് കയറി കഴിഞ്ഞാൽ മൊത്തം ഈ 2 കമ്പനികളുടെ സ്റ്റിക്കറുകളായിരിക്കും. അപ്പോൾ ഈ ഒരു ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ വരുമ്പോൾ അവർക്ക് ഇതെല്ലാം കണ്ട് ഈ 2 ബ്രാൻഡിനോട് കുറച്ച് ഉണ്ടാകും. അപ്പോൾ ഇവർക്ക് ഈ 2 ബ്രാൻഡാണ് ആദ്യം മനസ്സിൽ വരിക. അല്ലെങ്കിൽ ഇവർ വിചാരിക്കും ഈ ഒരു ഫോൺ മികച്ചൊരു ഫോണായിരിക്കുമെന്നാണ്. അപ്പോൾ ഇവർക്ക് ഈ ഒരു 2 ഫോണുകൾ കാണിച്ചു കഴിഞ്ഞാൽ ഇവർ ഇത് മതി എന്ന് പറയും. ചൈനയിലുള്ള BBK ഇലക്ട്രോണിക്സിൻ്റെ കീഴിലാണ് ഓപ്പോ, വിവോ, റിയൽമി, ഐക്യു എന്നീ ഫോൺ ബ്രാൻഡുകളൊക്കെ വരുന്നത്. ആ ഒരു ഇലക്ട്രോണിക്സിൻ്റെ കീഴിലാണ് ഈ മൊത്തം കമ്പനികളൊക്കെ അവർ പുറത്തിറക്കുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ ഇവർ ഈ മേഖലയിൽ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ചില ബ്രാൻഡുകൾ, അതായത് എടുത്തു പറയുന്നില്ല, ചില ബ്രാൻഡുകൾ നല്ല വിവരമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ച് നല്ല ആൾക്കാർക്ക് വേണ്ടി ഇറക്കുന്നതാണ്. ചില ബ്രാൻഡുകൾ അങ്ങനെ അറിവില്ലാത്തതായിട്ട് സ്മാർട്ട് ഫോൺ തപ്പി പോകുന്നവർക്ക് വേണ്ടി ഇറക്കുന്ന ഫോണുകളാണ്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഫോൺ വേണമെന്ന് അവിടെ പറഞ്ഞാൽ ആദ്യം എടുത്തു കാണിക്കുന്നത് ഓപ്പോ, വിവോ എന്നായിരിക്കും. 2 ഫോണുകളായിരിക്കും. അത് ഏത് ബഡ്ജറ്റിൽ പറഞ്ഞാലും ഈ 2 ഫോണുകളായിരിക്കും ആദ്യം കാണിക്കുന്നത്. എന്നാൽ നമ്മൾ ഒരു ഫോണിന് വേണ്ടി അവിടെ പോയി പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫോണ് നമുക്ക് ഈ ഒരു ഫോൺ വേണമെന്ന് അവരോട് പറഞ്ഞാൽ അവരവിടെ കുടുങ്ങി. അവർക്ക് പിന്നെ അവിടെ എന്തും പറയാൻ സാധിക്കില്ല. ഈ ഒരു ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. അവർക്ക് നിങ്ങളെ മനസ്സിലാകും. ഇയാൾക്ക് ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള കുറച്ച് കുറച്ച് ധാരണ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെയാണ് ആ കാര്യങ്ങൾ വരുന്നത്. പിന്നീടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, വിവോയും ഓപ്പോയും ഒരു ഷോപ്പ് റിനോവേറ്റ് ചെയ്യുമ്പോഴും
അല്ലെങ്കിൽ ഒരു ഷോപ്പ് തുടങ്ങുമ്പോഴും ഫുള്ള് ഫണ്ട് ചെയ്യാൻ അവർ തയ്യാറാണ്. ഒരു ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് ഓപ്പോയും വിവോയും നമുക്ക് കാണാൻ സാധിക്കും. ഈവൻ ഇപ്പോൾ ഒരു മൊബൈൽ വെക്കുന്ന ഒരു ഷെൽഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് വിവോയുടെ ഒരു ബ്രാൻഡിങ്ങും അല്ലെങ്കിൽ ആ ഒരു കളർ പാറ്റേണും നമുക്ക് കാണാൻ സാധിക്കും. എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കിതിൻ്റെ കംപ്ലീറ്റ് ഒരു ഷോപ്പിംഗ് മാർക്കറ്റ് ഇവർക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവർക്ക് ഷോപ്പുകാർക്ക് നല്ലൊരു ലാഭം ഉണ്ടാകും. ഓപ്പോ വിവോ ബ്രാൻഡുകൾക്ക് നല്ലൊരു മാർക്കറ്റിങ്ങും ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ 2021 ടോപ്പ് സെല്ലിംഗ് സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സ് ഇന്ത്യ എന്ന് നോക്കുകയാണെങ്കിൽ അതിൽ 3-ാം സ്ഥാനം വിവോയ്ക്കും 5-ാം സ്ഥാനം ഓപ്പോയ്ക്കുമാണ് ലഭിച്ചിട്ടുള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ ഇവർക്ക് ഓഫ്ലൈനിൽ അത്രത്തോളം ഒരു മാർക്കറ്റിംഗ് ആണ് അവർക്ക് പിടിച്ചടക്കാൻ സാധിച്ചിട്ടുള്ളത്. അത്രത്തോളം കസ്റ്റമേഴ്സിനെ ഈ ഒരു ബ്രാൻഡിങ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിലൂടെ അവർക്ക് ആകർഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓൺലൈനിൽ ഇല്ല എന്നല്ല പറയുന്നത്, എന്നാലും വളരെ കുറവാണ് ഓൺലൈനിൽ ഇവർക്ക് മാർക്കറ്റിംഗ് ലഭിക്കുന്നത്. അത്രത്തോളം ഒരു ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു സ്ട്രാറ്റജീസാണ് ഇപ്പോൾ BBK ഇലക്ട്രോണിക്സ് അവരുടെ ഏത് പ്രൊഡക്ട്സിലും അവർ കൊണ്ടുവരുന്നത്. ഇതെന്ന് പറയുന്നത് പ്യുവർ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഇത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏതൊരു ബ്രാൻഡിൻ്റെയും ഒരു അത്യാവശ്യ ഘടകമാണ്. ഇതുണ്ടെങ്കിലേ അവർക്ക് വളരാൻ സാധിക്കത്തുള്ളൂ, അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഓപ്പോ വിവോ എന്ന കമ്പനി ഇത്രക്കും അല്ലെങ്കിൽ ഓഫ്ലൈൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സെയിൽസ് മാർക്കറ്റിൽ ഇത്രക്കും മുൻപന്തിയിൽ നിൽക്കാനുള്ള കാരണം. ഇനി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ റിയൽ ആയിട്ടുള്ള ഇമേജ് ക്യാപ്ചർ ചെയ്യുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ ആർക്കും വേണ്ട. എന്നാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വെളുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫോൺ കമ്പനികളോടാണ് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നത്. ഇത് കണക്കിലെടുത്തിട്ടാണ് ഓരോ കമ്പനിയും ഓരോ പുതിയ മോഡലുകളും പുതിയ ഡിസൈനിലും അവർ സ്മാർട്ട് ഫോണുകളും പ്രൊഡക്റ്റുകളും ഇറക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മാർക്കറ്റിംഗ് ട്രിക്ക് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഐഡിയ എന്ന് പറയുന്നത്. ഇനി നിങ്ങളൊരു ഫോണുകൾ വാങ്ങിക്കാൻ പോകുകയാണെങ്കിൽ ആ ഒരു ഷോപ്പിൽ പോയി അവിടെയുള്ള ആളുകളോട് നിങ്ങൾ ഈ ഫോൺ കൊള്ളാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊള്ളാം എന്ന് പറയും. കാരണം നിങ്ങൾ ചോദിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഓക്കെ എന്ന് അവർ വിചാരിക്കും. അപ്പോൾ നിങ്ങൾ എന്നൊരു ഫോൺ വാങ്ങുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്ത് കാണുക. നിങ്ങൾക്ക് അതിൽ നിന്ന് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ ഈ ഫോൺ വാങ്ങിയിട്ടുള്ള മറ്റുള്ളവരോട് നിങ്ങൾ അതിൻ്റെ ഒരു റിവ്യൂ നിങ്ങൾ ചോദിച്ച് പോവുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കുറിച്ചുള്ള ഒരു യഥാർത്ഥ റിവ്യൂ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. ഇനി ഇതുപോലുള്ള നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇതിലും നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.